പ്രശാന്ത് സർ, നമസ്കാരം. നമസ്കാരം. സർ, ഒരു പാക് ബോട്ട് മഹാരാഷ്ട്ര തീരത്ത് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. റഡാറിൽ പതിഞ്ഞതാണ്, പക്ഷെ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് സർ? കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര റായ്ഗഡ് ജില്ലയിൽ ഇത്തരത്തിലൊരു ബോട്ട് നേവിയുടെ റഡാറിൽ പതിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ ബോട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന റായ്ഗഡ് തീരത്ത് കാണും, അല്ലെങ്കിൽ അത്തരത്തിൽ കാണും എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നു. അപ്പം ഈ മത്സ്യബന്ധന ബോട്ടാണോ ആയിരിക്കും, ഇതെല്ലാം സംശയമാണ്. കാരണം ഈ മത്സ്യബന്ധന ബോട്ട് ആയിരിക്കണം എന്നില്ല, പാകിസ്ഥാന്റെ ബോട്ടാണെന്നുള്ള സംശയാസ്പദമായിട്ടുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ തീരസംരക്ഷണ സേനയും അല്ലെങ്കിൽ ബോംബ് നിർവീര്യമാക്കുന്ന ബോംബ് സ്ക്വാഡ്, പോലീസ്, മറ്റ് നേവിയുടെ സംവിധാനം, അപ്പം വിവിധ സംവിധാനങ്ങൾ ഇതിന്റെ പിറകിൽ നിന്നിട്ടും ഇതുവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാലാവസ്ഥ പ്രതികൂലമായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോയിരുന്നു എന്ന് വിചാരിക്കേണ്ടി വരും. അപ്പം ഇത്തരത്തിൽ നമ്മളൊരു നീക്കം, അല്ലെങ്കിൽ നമ്മൾ വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ തീരദേശത്തും അല്ലെങ്കിൽ സമുദ്രത്തിലും മറ്റ് നമ്മുടെ അതിർത്തിയിലും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് കൂടുതൽ കർശനമായിട്ടുള്ള നിരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പഹൽഗാമിന് ശേഷം വീണ്ടും ഇന്ത്യയെ ആക്രമിക്കുന്നതിന് ഒരു പഴുത് പാകിസ്ഥാൻ നോക്കിയിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ പാകിസ്ഥാൻ നോക്കിയിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് ഭയം കാണും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിന്ദൂർ എന്ന് പറയുന്നത് നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല, ഇനി ഒരു ഭീകരവാദം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാൽ വീണ്ടും അത് പുനരാരംഭിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ ഇവര് തമ്മിലുള്ള, നമ്മൾ പറയുന്ന ഭീകരന്മാരും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ടൈപ്പ് വെച്ചിട്ട് അതിന് സാധ്യത വളരെ കുറവാണ്. സാധാരണ ഇപ്പൊ ഭീകരന്മാരുടെ പാകിസ്ഥാനുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഭീകര സംഘടനയാണ് അവർക്ക് ആക്രമണം നേരിട്ടാൽ അവർ തിരിച്ചടിക്കും എന്നുള്ള ഒരു നിലപാടായിരുന്നെങ്കിൽ, നമ്മൾ ആദ്യമേ ആക്രമിച്ചത് 9 ഭീകരവാദ കേന്ദ്രങ്ങളാണല്ലോ സിന്ധുവിൽ. 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് ആ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ. ആ ഭീകരവാദികൾക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധമില്ല, ആ ഗവൺമെന്റുമായിട്ട് ബന്ധമില്ലെങ്കിൽ അവരുടെ മുടിയും അല്ലെങ്കിൽ സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഉണ്ടല്ലോ. ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഉണ്ട്, ഇന്ത്യയിലുണ്ട്. ഇവന്താ ഇവിടെ ആക്രമണം നടത്താത്തത്? അപ്പൊ നമ്മൾ പറഞ്ഞ ആക്രമണം നടത്തിയാൽ നിനക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ പാകിസ്ഥാനെ വീണ്ടും ആക്രമിക്കും. പാകിസ്ഥാനെ വീണ്ടും ആക്രമിച്ചാൽ ഈ പറയുന്ന പാകിസ്ഥാൻ ഗവൺമെന്റ് നിലനിൽപ്പില്ലാതെ വരും. പാകിസ്ഥാൻ ഗവൺമെന്റിന് നിലനിൽപ്പില്ലാതെ വന്നാൽ ഈ പറയുന്ന ഭീകരവാദത്തിൽ നിൽക്കും. അപ്പൊ ആക്രമിക്കാനുള്ള സാധ്യത നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ രീതിയിൽ ഇല്ല എന്ന് വിചാരിക്കുമ്പോഴും നമുക്കത് ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. സുരക്ഷയ്ക്കകത്ത് സംശയവും കാൽക്കുലേഷനും ഒന്നുമില്ല. സുരക്ഷ പാളിച്ച വന്നതുകൊണ്ടാണ് പഹൽഗാമിൽ ആക്രമണം ഉണ്ടായെന്ന് ഒരു പരിധിവരെ നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ ഇന്റലിജൻസ് വീഴ്ചയായിരിക്കുമല്ലോ. ബഹുമാരെ 1.5 കൊല്ലം മുമ്പ് കയറിയാലും 2 കൊല്ലം മുമ്പ് കയറിയാലും ആ എത്രയോ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഇരുന്നിടത്ത് അവർ കയറാൻ തക്കം പാർത്തിന് കയറി. അത് കുഴപ്പം തന്നെയല്ലേ? അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒഴിവുകൾ പറഞ്ഞ് നമുക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു ഭീകരവാദത്തിന് സാധ്യത ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തീരസംരക്ഷണ സേനയും കോസ്റ്റ് ഗാർഡും നാവികസേനയും ഈ പറയുന്ന ബോംബ് നിർവീര്യമാക്കുന്ന സ്ക്വാഡും പോലീസും SP-യും അല്ലെങ്കിൽ പ്രദേശം വളഞ്ഞു നിൽക്കുന്നതിന്റെ ഒരു അവസ്ഥ ഏതായാലും ഇതുവരെ കിട്ടിയിട്ടില്ല. 2008 നമ്മൾ ഈ പറഞ്ഞതുപോലെ മുംബൈ തീരത്ത് 10ഓളം ഭീകരന്മാർ വരികയും നമ്മുടെ താജ് ഉൾപ്പെടെ ഉള്ളിടത്ത് അറിയാമല്ലോ, ഒരുത്തനെ ജീവനോട് പിടിച്ചു. അവന്റെ പേര് കസം അല്ലേ? കസവിനെ അന്നല്ലേ ജീവനോട് പിടിച്ചത്. ആ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ തന്ത്രപരമായ ഓപ്പറേഷൻ ആയിരുന്നു. ആ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഭീകരൻ, അല്ലെങ്കിൽ അത് നടത്തിയവൻ, അത് പ്ലാൻ ചെയ്തവൻ, അവനാണല്ലോ തഹാവൂറാണ്. അവനെ ഇപ്പൊ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ 2008 166 പേരുടെ മരണത്തിനിടയാക്കിയ, സിവിലിയൻസിന്റെ മരണത്തിനിടയാക്കിയ, ഒരുപക്ഷെ ആ പറയുന്ന ഒരു ഭീകരനെ ജീവനോട് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ അവരുടെ ഓപ്പറേഷൻ പ്ലാനിംഗ് അനുസരിച്ച് ഹിന്ദുക്കൾ ഇവിടെ ഭീകരവാദ പ്രവർത്തനം നടത്തി, നാട്ടിൽ കൂട്ടക്കൊല നടത്തി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നതിനും, അല്ലെങ്കിൽ അത്തരത്തിൽ പേരുകൾ മാറ്റിയിട്ടുള്ള ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള പോക്കറ്റിൽ ഇട്ടിട്ട് ചാവേറുകളായിട്ട് വന്നിട്ടുള്ള 10 ഭീകരർ, അവരും ഈ പറഞ്ഞതുപോലെ ബോട്ടിലാണ് വന്നത്. നമ്മളുടെ റഡാർ സംവിധാനത്തിനകത്ത് അന്ന് പതിഞ്ഞ ബോട്ടിന് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കാതെ അതിന്റെ പുറകിൽ നിൽക്കാതെ വന്നതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ആക്രമണം ഉണ്ടായെന്ന് പിന്നെ വളരെ കൃത്യമായിട്ട് പല നിരീക്ഷണങ്ങളും ഉണ്ടായി. അപ്പൊ നമ്മുടെ പാളിച്ചകൾ, നമ്മുടെ കുഴപ്പങ്ങളാ, അത് ഏതാണ്ട് ബോട്ടായിരിക്കും, മത്സ്യബന്ധന ബോട്ടായിരിക്കും ഒക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ അതിനകത്ത് അത് കയറിപ്പോട്ടെ, അല്ലെങ്കിൽ അതിന് കയറിപ്പോകാനുള്ള സംവിധാനം ആരെങ്കിലും ഉരുത്തിരിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാനകത്ത് തെറ്റില്ല. കാരണം ആ ആക്രമണത്തിന് ശേഷം ഇവിടുത്തെ ചില കോൺഗ്രസ് നേതാക്കന്മാർ അന്ന് നടത്തിയ പത്രസമ്മേളനം ഇന്നുമുണ്ട്. പാകിസ്ഥാനെ പഴിക്കുന്നതായിരുന്നില്ല,
ആ ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് അവരുടെ വേറെ രീതിയിൽ ഈ രാജ്യത്തിനകത്തുള്ള ചില പ്രശ്നങ്ങളാണെന്ന് പാകിസ്ഥാൻ ഉദ്ദേശിച്ച അതേ ലൈനിൽ സംസാരിക്കാൻ ശ്രമിച്ചു വന്നു. കോൺഗ്രസിന്റെ എനിക്ക് തോന്നുന്നു ദിഗ്വിജയ് സിംഗോ ആരുടെ പ്രധാനപ്പെട്ട നേതാവൊക്കെ തന്നെ. അപ്പം ഇതിനകത്ത് ഇവിടെ ഭീകരവാദം, ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ നടത്തുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ അതുപോലെ ഇവിടെ വളരെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന കക്ഷികളും ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ റാണയെ ചോദ്യം ചെയ്തപ്പോൾ പാകിസ്ഥാന്റെ പങ്കും അയാൾക്ക് പാകിസ്ഥാൻ പട്ടാളത്തിനകത്തുള്ള പങ്കും അയാളെന്ന് ബോംബെയിൽ ഉണ്ടായിരുന്ന കാര്യവും ഒക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഇതും പറഞ്ഞു കാണും. അത് ഒരുപക്ഷെ ആഭ്യന്തര വിഷയവും അല്ലെങ്കിൽ ആഭ്യന്തര രഹസ്യമൊക്കെ ആയതുകൊണ്ട് പുറത്ത് വന്നിട്ടുണ്ടാവത്തില്ല. ഏതായാലും അതൊക്കെ നാളെ കാലത്തെ അറിയാൻ സാധിക്കും. അപ്പം 2028 ഇന്ത്യക്ക് സംഭവിച്ചത്, നമ്മുടെ രാജ്യത്തിന് സംഭവിച്ചത് വീണ്ടും ആവർത്തിക്കാൻ ഈ സാഹചര്യത്തിൽ കപ്പൽ തീരദേശത്തൂടെ പലയിടത്തൂടെ കയറാൻ ശ്രമിക്കുന്ന പോലെ ഭീകരവാദികൾ കയറിയതാണോ അല്ലെങ്കിൽ അവരുടെ ശ്രമത്തിന്റെ ഭാഗമാണോ ഈ കപ്പലിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും തീരത്ത് നമ്മളുടെ കണ്ണു വെട്ടിച്ച് വന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ട് ശക്തമായ രീതിയിൽ പാക് ബോട്ടിൽ എന്ത് എന്നുള്ള ഒരു കൃത്യമായ നിരീക്ഷണവും അല്ലെങ്കിൽ നമ്മുടെ നാവികസേനയും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പോലീസ് സംവിധാനവും ഭീകരവിരുദ്ധ സ്ക്വാഡും എല്ലാം അലേർട്ടായിട്ട് നിൽക്കുകയാണ്. ഇതുവരെ ആ കപ്പൽ കണ്ടെത്തിയിട്ടില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള കപ്പൽ തന്നെയാണെന്നാണ് ഔദ്യോഗികമായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഇത്രയും വാർത്തകളാണ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 2028 ആണ് ഇതിന്റെ പുറകിൽ നമ്മളെ ഭീകരമായിട്ട് ചിന്തിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. സർ, ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മയിൽ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹെറോയിൻ, അതായത് വളരെയേറെ ലഹരി വസ്തുക്കൾ കടത്തുന്ന ആളുകളെയും ബോട്ടുമായി നമ്മൾ പിടികൂടുകയുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കം കൂടിയാണ് ഇത് എന്ന് നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ സർ? ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ഹെറോയിൻ കടത്തുകാരും ഭീകരവാദികളും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഒക്കെ വ്യത്യസ്ത ഗ്രൂപ്പുകളാണെന്ന് വിചാരിക്കും. ഇതെല്ലാം ഒറ്റ ഗ്രൂപ്പുകളാണ്, വിവിധ മുഖങ്ങളാണെന്നേ ഉള്ളൂ. കാരണം ഈ ടെററിസത്തിന് ഫണ്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സാധനമാണ് ഈ ആഗോളവൽക്കരണം അല്ലെ ലോകത്തുടനീളം ഈ ടെററിസ്റ്റുകളുടെ ഫണ്ടിന്റെ പ്രധാന ഒരു സോഴ്സ് ആണ് ഈ പറയുന്ന മയക്കുമരുന്ന്. ഈ മയക്കുമരുന്നുകൾ കൊണ്ട് അതിന്റെ ഫണ്ട് ഉണ്ടാക്കാൻ ഈ മയക്കുമരുന്നുകളെ ഉപയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ മഹാരാജ് പഞ്ചാബിലെ അവസ്ഥകളിൽ കേരളത്തിൽ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയാണ്. കുഞ്ഞുങ്ങളിലെയും അല്ലെങ്കിൽ യുവാക്കളിലേക്കുള്ള ലഹരി, ഇതിന്റെ മാഫിയ, അതിന്റെ പുറകിലെ വീങ്ങിയ, അതിനെ പോലീസിനും എക്സൈസിനും ഒന്നും കണ്ടെത്താൻ പറ്റാത്ത രീതി. അപ്പൊ രണ്ടു ഗുണം, പൈസ കിട്ടും, രണ്ടാമത് ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ഭീകരവാദവും ബോംബും തോക്കൊന്നും വേണ്ട. ആ രാജ്യത്തിനകത്ത് ഈ കടന്നുകയറ്റം മതി, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ യുവാക്കളെ, ആ രാജ്യത്തിന്റെ ചെറുപ്പത്തെ, ആ രാജ്യത്തിലെ വിദ്യാർത്ഥികളെ, ആ രാജ്യത്തിന്റെ നാളെ കാലത്തെ ആ പുരോഗതിയിലേക്ക് നയിക്കേണ്ടവരെ ഭ്രാന്തന്മാരാക്കി മയക്കുമരുന്നിന് അടിമയാക്കി ആ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതായത് ടെററിസത്തിന് വേണ്ട ഫണ്ടും കണ്ടെത്താം. അവരുദ്ദേശിക്കുന്ന ഈ ടെററിസം എല്ലാ രീതിയിലും ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നതിനും രണ്ടുണ്ട് ഗുണം ഭീകരർക്ക്. ഒന്ന്, പൈസയും കിട്ടും, രണ്ട്, അവർ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് ഈ പറയുന്ന മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് കൊണ്ട് അവർക്ക് ആ രാജ്യത്തെ ചെറുപ്പക്കാരെയും ആ രാജ്യത്തെയും ഇല്ലായ്മ ശ്രമിക്കുന്നതിനുണ്ട്. അപ്പം ഇത് ഭീകരം വന്നതും മയക്കുമരുന്ന് വന്നതും എല്ലാം ഒരേ ബോട്ടാ, ഒരേ ആൾക്കാരാ, ഒരേ കാര്യമാണ്, ഒരേ രീതിയാണ്. അത് മാത്രം നമ്മൾ മനസ്സിലാക്കി. എന്തായാലും നാവികസേനയുടെ റഡാറിൽ പതിഞ്ഞിരിക്കുന്നത് പാക് ബോട്ട് തന്നെയാണോ എന്നുള്ളതിനുള്ള സ്ഥിരീകരണമൊക്കെ വരേണ്ടതുണ്ട്. സാറ് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ വീക്ഷിക്കേണ്ടതുമുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. നന്ദി സർ.